ഞാൻ നിന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല മോനെ. ആ സാഗറുണ്ടല്ലോ, അവനും നിന്റെ ഏട്ടത്തി തമ്മില് ഇപ്പൊ വലിയ അടുപ്പത്തില്ല. അതെനിക്കറിയാം. ഏട്ടത്തി വൈകി വരുമ്പോഴൊക്കെ സാഗറിന്റെ ഒപ്പം പോകുന്നൊക്കെ ഞാനുൾപ്പെടെ എല്ലാവരും സംശയിക്കുന്നത്. എന്നാ കേട്ടോ, അധികം വൈകാതെ അങ്ങനെ ഒരു വാർത്ത നമുക്കൊക്കെ കേൾക്കാൻ പറ്റും. അത് സാഗറ് നമ്മളെയൊക്കെ കേൾപ്പിക്കും. എടാ മോനെ, ഞാൻ നിന്നോട് സൂചിപ്പിച്ചില്ലായിരുന്നോ, സാഗർ എന്ന് പറയുന്നത് എന്റെ സൃഷ്ടിയാ. ഞാൻ അവനെ വിലക്കെടുത്തത് മഹാലക്ഷ്മിയുടെ മനസ്സിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാ. അല്ല, അതിനവനെ കഴിഞ്ഞിട്ടുമുണ്ട്. എങ്കിലും അവനെ നീയും കരുണയൊക്കെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? എടാ, ഇപ്പൊ നിന്റെ ഭാര്യ അമ്മയാവാൻ പോകുന്നത് മഹാലക്ഷ്മിയിൽ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരമ്മയാവാൻ അവളുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തില് അവളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നീയും നിന്റെ ഭാര്യയും ചേർന്ന് വളർത്തിക്കൊണ്ടേയിരിക്കണം. അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളച്ചു കഴിഞ്ഞാൽ അവൾ ഉറപ്പായും പറന്നു പോകാൻ തിടുക്കം കാണിക്കും. ആർക്കൊപ്പം? സാഗറിനൊപ്പം. സാധാരണ ഒരു ഓഫീസ് സ്റ്റാഫിനോടുള്ള അടുപ്പമല്ല സാഗറിനോട് അവർ കാണിക്കുന്നത്. എടാ, ഇപ്പം മഹാലക്ഷ്മിയുടെ ഉള്ളില് കണ്ണൻ ഉണ്ടോ എന്ന് ചോദിച്ച ഉറപ്പായും ഉണ്ടെന്ന് തന്നെ ഉത്തരം പറയേണ്ടി വരും. എങ്കിലും അവളുടെ മനസ്സില് കണ്ണന് മുകളിലാണ് ഇപ്പൊ സാഗറിന്റെ സ്ഥാനം. അതാണ് നമ്മൾ ചൂട് പിടിപ്പിക്കേണ്ടത്. കണ്ണൻ പെണ്ണ് കെട്ടത്തില്ലെന്നാ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. ഇനിയിപ്പൊ കെട്ടിയാലും ശരി, നമുക്കൊക്കെ അടിമയാക്കാൻ പറ്റുന്ന ഒരുത്തിയായിരിക്കും അവന്റെ പെണ്ണായിട്ട് വരുന്നെന്നൊക്കെയായിരുന്നു നമ്മുടെയൊക്കെ സങ്കല്പം. അങ്ങനെയാ എന്റെ അച്ഛൻ മണ്ടത്തരം കാണിച്ചത്. കരുണയ്ക്കൊപ്പം മഹാലക്ഷ്മിയും കമലേശ്വരത്തേക്ക് വന്നത് അവൾ ആ വീട്ടിൽ വെറൊരു ജോലിക്കാരിയാവുമെന്ന് കരുതിയിട്ട. എന്നാൽ ഇപ്പം കമലേശ്വരം ഫിനാൻസിയേഴ്സും കണ്ണന്റെ ബിസിനസ്സും ഒക്കെ ഭരിക്കുന്നത് അവളും കൂടിയാ. ആ ഭരണം അവസാനിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ വെറും കൂലിക്കാരായി പോകൂടാ, കണ്ണന്റെ കമ്പനിയിലെ കൂലിക്കാര്. മേഘേട്ടൻ ആഞ്ഞു ശ്രമിച്ചോ, എന്തിനും ഏതിനും ഞാനുണ്ട് കൂടെ. മേഘേട്ടനെ പോലെ തന്നെ എനിക്കുണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ. അതുമാത്രമല്ല, കരുണയുടെ മുന്നിൽ ഒരു വില വരണമെങ്കിൽ അവളുടെ ചേച്ചി ആ വീട്ടിൽ നിന്ന് പോയേ പറ്റൂ. അങ്ങനെ കണ്ണേട്ടന്റെ ജീവിതത്തിൽ നിന്ന് അവർ പോയി കഴിഞ്ഞാൽ അയാൾ ഒരു പാഠം പഠിക്കും മേഘേട്ട. ഇപ്പൊ എന്റെ ഭാര്യയുടെ സ്വഭാവം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അയാൾ എന്നെ കരുണയുടെ മുന്നിൽ വെച്ച് ഒരുപാട് കൊച്ചാക്കുന്നുണ്ട്. അതിനൊക്കെ മഹാലക്ഷ്മി എന്ന ഭാര്യയെ അയാളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് പ്രതികാരം ചെയ്യാൻ. മേഘേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ടോ ഉണ്ണേട്ടാ? സാഗർ അവൾക്ക് ആങ്ങളെയാണെന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് മറ്റുള്ളവരുടെ കണ്ണു മൂടിക്കെട്ടാനുള്ള അടവാണ്. ശരിക്കും അവനോട് അവൾക്ക് പ്രേമമാണ്. അല്ലെങ്കിലേ എല്ലാവരും സംശയത്തോടെ നോക്കുമ്പോ അവൾ അവന്റെ പിന്നാലെ കറങ്ങി നടക്കോ? നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു അറിഞ്ഞതിൽ പിന്നെ അവരാകെ അപ്സെറ്റാ. നിന്നെക്കാൾ മുന്നേ ഒരു കുഞ്ഞിനെ ലാളിക്കേണ്ടത് അവരല്ലേ. ആ ആഗ്രഹത്തെ ചൂട് പിടിപ്പിക്കണമെന്നാണ് മേഘേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചൂട് പിടിപ്പിച്ചാലേ അവളുടെ മനസ്സിന് ഇളക്കം തട്ടു. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ അവൾ സാഗറിനൊപ്പം പോവും. ആദ്യമൊക്കെ അവരൊരു പാവാണെന്നാണ് കരുതിയത്. എന്നാൽ ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ നാവിന്റെ ശക്തി കൂടുന്നുണ്ട്. ഇന്ന് എന്റെ അമ്മയുടെ നേർക്ക് നേരെ നിന്നാ അവൾ സംസാരിച്ചത്. എന്തൊക്കെയോ നേടിയ ഭാവം അവൾക്ക്. എല്ലാം ആ കണ്ണേട്ടന്റെ ബലത്തിലാ. അതുകൊണ്ട് അവള് കാരണം അയാൾ കരയണം ഉണ്ണിയേട്ടാ. തേനെ പാലേന്ന് പറഞ്ഞു കൊണ്ടു നടന്നത് തനി പാമ്പിനെയാന്ന് അയാൾക്ക് തോന്നണം. സ്നേഹം തലയ്ക്ക് പിടിച്ച എന്തും കൊടുക്കുന്ന കൂട്ടത്തിലാ കണ്ണേട്ടൻ. ഇനി കണ്ണേട്ടൻ അങ്ങേർക്കുള്ളതെല്ലാം അവരുടെ പേരിൽ എഴുതി വെക്കുന്നതിന് മുമ്പ് അവർ ഈ വീടിന്റെ പടി കടന്ന് പോയേ പറ്റൂ.
അത് നമ്മുടെ മാത്രമല്ല, മേഘേട്ടന്റെയും എന്റെ അമ്മയുടെയും അമ്മാവന്റെയും മഞ്ജുവിന്റെയും ഒക്കെ ആഗ്രഹം അത് തന്നെ.